ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണവും അതിനുശേഷം നടന്ന കാര്യങ്ങളുമെല്ലാം തന്നെ വളരെ വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മാർക്കണ്ഡേയ ചരിതമാണ്. മാർക്കണ്ഡേയ മുനി ഭഗവാൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചത്? പ്രളയദർശനം, അതായത് ബ്രഹ്മപ്രളയകാലത്ത് ശ്രീഹരിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയണം എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. ഭഗവാൻ നരനാരായണന്മാരുടെ രൂപത്തിൽ മാർക്കണ്ഡേയ മുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങയ്ക്ക് അത് സാധ്യമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം നരനാരായണന്മാർ എവിടേക്കാണ് പോയത്? ബദര്യാശ്രമത്തിലേക്കാണ് പോയത്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് പ്രളയകാലത്ത് മഹാവിഷ്ണുവിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മാർക്കണ്ഡേയ മുനി മനസ്സിലാക്കുന്ന ആ ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും വളരെ ഭക്തിയോടുകൂടി കേൾക്കണം. ഇതൊരു കഥയല്ല, പ്രളയ ദർശനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഭാഗങ്ങളൊക്കെ കേൾക്കാൻ. വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്, വളരെ രഹസ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്ര ശ്രദ്ധ കൊടുത്തിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ. ഹരേ കൃഷ്ണ. അങ്ങനെ ഒരു ദിവസം, ഒരാഴ്ചയുടെ അവസാന ഭാഗങ്ങളിൽ ഒരു സന്ധ്യാസമയത്ത് മാർക്കണ്ഡേയ മുനി കണ്ണൊക്കെ അടച്ച് ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുകയാണ് പ്രളയം. എന്താണ് അദ്ദേഹം കാണുന്നത്? ഭയങ്കരമായ കൊടുങ്കാറ്റ്, വലിയ ഇടിമുഴക്കങ്ങൾ, ഭയങ്കര ശബ്ദമാണ് ഇടിമുഴക്കങ്ങൾക്ക്, പീഡിപ്പിക്കുന്ന രീതിയിലുള്ള മിന്നലുകൾ. അങ്ങനെ ഒരു വലിയ ഭീകരമായ അന്തരീക്ഷം മാർക്കണ്ഡേയ മുനിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വരികയാണ്. അതിനുശേഷം ഭയങ്കര മഴ, കൂരിച്ചൊരിയുന്ന മഴ, ലോകം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. 7 സമുദ്രങ്ങൾ, 7 സമുദ്രങ്ങളിലും തിരമാലകൾ ഉയർന്നുയർന്ന് പൊങ്ങുന്നു. 7 സമുദ്രങ്ങളും ഒന്നായിത്തീരുന്നു. അതായത് വെള്ളം മാത്രം, മറ്റൊന്നും കാണുന്നില്ല. ബ്രഹ്മാണ്ഡ കടാഹത്തെ മുക്കിക്കളഞ്ഞിരിക്കുകയാണ് പ്രളയം. ഇളകി മറിയുന്ന സമുദ്രമല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. വൈകുണ്ഠവും സത്യലോകവും അതുപോലെ തന്നെ കൈലാസവും ത്രിമൂർത്തികളും ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും അഷ്ടദിക്പാലകന്മാരും എല്ലാവരും തന്നെ പ്രളയസമുദ്രത്തിൽ മുങ്ങി നശിച്ചിരിക്കുന്നു. അതുപോലെ തിമിംഗലങ്ങൾ, മകരമത്സ്യങ്ങൾ, ഇവയെല്ലാം ഈ പ്രളയ ജലത്തിലിങ്ങനെ ഇളകി മറിയുന്നു. അങ്ങനെ വലിയ തിരമാലകൾ വരുന്നു, വലിയ പ്രളയം വരുന്നു. ഈ പ്രളയത്തിൽ താനും പെട്ടുപോകുമെന്ന് മാർക്കണ്ഡേയ മുനിക്ക് തോന്നുകയാണ്. എന്നിട്ട് ഈ പ്രളയത്തിലേക്ക് മാർക്കണ്ഡേയ മുനി പോകുന്നതായിട്ട് മാർക്കണ്ഡേയ മുനിക്ക് തോന്നുന്നു. അങ്ങനെ സമുദ്രത്തിൻ്റെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് ഞാൻ പോകും എന്ന് മാർക്കണ്ഡേയ മുനി ഭയപ്പെടുകയാണ്. പക്ഷേ അടിയിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയുമൊക്കെ മാർക്കണ്ഡേയ മുനി കിടന്നു. അങ്ങനെ കിടന്ന് അദ്ദേഹം ഇങ്ങനെ പോകുന്ന ആ സമയത്ത് ഏകദേശം 10,000-ലേറെ വർഷം മാർക്കണ്ഡേയ മുനി ആ പ്രളയ ജലത്തിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങകലെ ഒരു അരയാൽ കാണുന്നു.
ആ അരയാൽ ജലത്തിലിങ്ങനെ പൊങ്ങി കിടക്കുന്നു. ആ അരയാലിൽ കുറച്ച് ശാഖകളൊക്കെയുണ്ട്, ഇലകളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പച്ച ഇലയിന്മേൽ ഒരു ശിശു, ഒരു മനോഹരമായ ഒരു ശിശു ആ അരയാലിൻ്റെ ഇലയിൽ കിടക്കുന്നതായിട്ട് മാർക്കണ്ഡേയ മുനി കാണുകയാണ്. മാർക്കണ്ഡേയ മുനി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അതീവ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ്. അത്ര ഭംഗി ആ കുഞ്ഞിനെ കാണാനായിട്ട്. നല്ല ചുരുണ്ട തലമുടി, കറുത്ത തലമുടി, കറുത്തു ചുരുണ്ട തലമുടി, മനോഹരമായ പുരികങ്ങൾ, ഉയർന്ന നെറ്റിത്തടം, കർണകുണ്ടലങ്ങൾ, ചെഞ്ചുണ്ടിപ്പഴത്തിനൊത്ത പവിഴ ചെഞ്ചുണ്ടുകൾ, ആ ചെഞ്ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന മൃദുമന്ദഹാസം, അതുകൂടാതെ ശ്രീവത്സാംഗീത തിരുവക്ഷസ്, മനോഹരങ്ങളായ പാണിപങ്കജങ്ങൾ. അങ്ങനെ അതിമനോഹരമായ ഒരു കുഞ്ഞ്, ഭയങ്കരമായ ശോഭയുള്ള ഒരു കുഞ്ഞ്. ഏതാണ് ആ കുഞ്ഞ്? ഈ ലോകം മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അങ്ങനെയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ അരയാലിൻ്റെ ഇലമേൽ യാതൊരു ഭയവുമില്ലാതെ ഒരു കുഞ്ഞ് കിടക്കുന്നു. ആരായിരിക്കും ഈ അത്ഭുത ബാലൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മാമുനീന്ദ്രൻ അതിനെ എടുത്ത് ചുംബിച്ച് ആശ്ലേഷിക്കുന്നതിനായി ആ ചില്ലകളുടെ ഇടയിൽ കൂടി അതിൻ്റെ സമീപത്തേക്ക് നീന്തി അടുത്തു. ആ സമയം ബാലൻ്റെ ശ്വാസത്താൽ, അതായത് മൂക്കിൽ നിന്ന് വരുന്ന ആ ശ്വാസത്താൽ മഹർഷിവര്യൻ ഒരു ചെറിയ കൊതുകെന്ന പോലെ ഈ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ചെന്ന് പതിക്കുകയാണ്. അവിടെ മഹർഷി വലിയ അത്ഭുതങ്ങൾ, ആ കുഞ്ഞിൻ്റെ ഉദരത്തിൽ മഹർഷി വലിയ അത്ഭുതങ്ങൾ കാണുന്നു. എന്തൊക്കെയാണ് കണ്ടത്? അണ്ഡകടാഹങ്ങൾ കണ്ടു, 14 ലോകങ്ങൾ, സപ്തസാഗരങ്ങൾ, സപ്തപർവ്വതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മറ്റു ഗൃഹങ്ങൾ, അനന്തകോടി നക്ഷത്ര സമൂഹങ്ങൾ, കൈലാസം, വൈകുണ്ഠം, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, ഇന്ദ്രാദി ദേവഗണങ്ങൾ, അസുര ഗന്ധർവ കിംപുരുഷന്മാർ, മനുഷ്യർ, സർവജാതി പക്ഷി മൃഗാദി സമസ്ത ജന്തുക്കൾ, സമസ്ത പ്രകൃതി, ബ്രഹ്മപ്രളയം, അതിൽ ആലിലമേൽ ശയിക്കുന്ന പൈതലും, അതിൻ്റെ അടുത്തേക്ക് നീന്തിയെടുക്കുന്ന തന്നെയും മാർക്കണ്ഡേയ മുനി ആ കുഞ്ഞിൻ്റെ വയറ്റിൽ കാണുന്നു. തന്നെ ആ കുഞ്ഞിൻ്റെ വയറ്റിൽ മാർക്കണ്ഡേയ മുനി കാണുന്നു. മാർക്കണ്ഡേയ മുനി ചിന്തിക്കുകയാണ്, ഇതെന്തൊരത്ഭുതം. അദ്ദേഹം നടുങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ബാലൻ്റെ മറ്റൊരു ഉച്ഛ്വാസത്താൽ അദ്ദേഹം വീണ്ടും പുറത്തേക്ക് തെറിച്ചു വീണു. ലോക ഉൽപ്പത്തിക്ക് കാരണഭൂതനും ജഗന്മയനും സച്ചിദാനന്ദ സ്വരൂപനുമായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തൻ്റെ മായയെ അവലംബിച്ച് ബാലൻ്റെ രൂപത്തിൽ ബാലരൂപം ചമഞ്ഞ് കിടക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ആ പുണ്യപുരുഷോത്തമൻ്റെ മായാബാലരൂപത്തെ നമസ്കരിച്ച് ആ പാദങ്ങളെടുത്തു ശിരസിൽ വെച്ച് ആരാധിക്കുന്നതിനായി മാമുനി ശ്രേഷ്ഠൻ വീണ്ടും നീന്തി ആ ബാലൻ്റെ അടുത്തേക്ക് അടുത്തപ്പോൾ യോഗയോഗേശ്വരനായ വിഷ്ണു അദ്ദേഹത്തിൻ്റെ മായയാൽ സമുദ്രത്തെയും ആലിലയെയും ബാലനെയും എങ്ങും കാണാതെ സർവവും അപ്രത്യക്ഷമാക്കി കളഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു. അദ്ദേഹം കാണുന്നത് എന്താണ്? താൻ പഴയതുപോലെ ആശ്രമത്തിലിരുന്ന് ധ്യാനിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം മാർക്കണ്ഡേയ മുനി എന്താണ് കണ്ടത്? അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ ആ പ്രളയ ദർശനം കാണുകയായിരുന്നു. പ്രളയത്തിൽ എന്താണ് സർവേശ്വരന് സംഭവിച്ചത് എന്ന് നരനാരായണന്മാരുടെ അനുഗ്രഹത്താൽ മാർക്കണ്ഡേയ മുനി മനസ്സിലാക്കുകയാണ്. അതിലൂടെ നമുക്കും മനസ്സിലായി. അങ്ങനെ അദ്ദേഹം
ഭഗവാന്റെ അവസ്ഥ പ്രളയസമയത്ത് ഇപ്രകാരമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം സർവേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു. ആ സമയത്ത് ഭഗവാൻ മഹേശ്വരൻ പാർവതീ സമേതം മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ജ്ഞാനബോധം നൽകി. ജടാമകുടധാരിയായി, ഗംഗാചൂടനായി, അമ്പിളിക്കലാധാരനായി, ത്രിനേത്രനായി, പന്നകാഭരണനായി, ചതുർഭുജരൂപനായി, ശൂലപാണിയായി, ശാർദൂല ചർമ്മ വേഷ്ടിതനായി, സൂര്യസന്നിഭ തേജസ്വിയായി, മനോഹരനായി, രുദ്രാക്ഷ മാല്യങ്ങൾ അണിഞ്ഞവനായി, സർവാംഗം ഭസ്മലേപിതനായി, അംബികാസമേതനായി സർവേശ്വരൻ കാണപ്പെട്ടു. ആ രൂപത്തിൽ അദ്ദേഹം മാർക്കണ്ഡേയ മുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ട ഉടൻ തന്നെ മാർക്കണ്ഡേയൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ താണു വീണ് നമസ്കരിച്ചു, പൂജിച്ച് ആരാധിച്ചു. അപ്പോൾ ഗൗരീകാന്തൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ മാർക്കണ്ഡേയ താപസോത്തമ, അങ്ങേക്ക് എന്നും മരണമില്ലാതെ ജീവിക്കുവാനുള്ള വരം ഞാൻ നൽകിയിട്ടുണ്ട്. എങ്കിലും പ്രളയാബ്ദിയിൽ പ്രപഞ്ചനാഥൻ്റെ അവസ്ഥ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അങ്ങ് അതീവ ധന്യനായി ഭവിച്ചിരിക്കുന്നു. മഹാമുനി, പ്രളയസാഗരത്തിൽ ആലിലപ്പുറത്ത് ബാലൻ്റെ രൂപം ചമഞ്ഞ് കാണപ്പെട്ട വിഷ്ണുവും ഞാനും ഒന്നായ ബ്രഹ്മം തന്നെയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുക. അങ്ങേക്ക് ബുദ്ധിഭ്രമം തോന്നണ്ട. ഇവിടെ പ്രകൃതി വിഷ്ണുമായയുടെ പ്രഭാവത്താൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന 3 വിഭിന്ന രൂപങ്ങൾ കൈക്കൊണ്ടു എന്നു മാത്രമേ ഉള്ളൂ. വാസ്തവം ആലോചിച്ചാൽ 3 മൂർത്തികളും ഒന്നിൻ്റെ വകഭേദം മാത്രമാണ്. ഹരിയും ഹരനും ബ്രഹ്മനും ഞാൻ തന്നെയാണ്. എൻ്റെ ഭക്തൻ വിഷ്ണുഭക്തനും വിഷ്ണുഭക്തൻ എൻ്റെ ഭക്തനുമാണ്. ത്രിമൂർത്തി ഭാവം പൂണ്ട ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ നിർവാണാത്മകമായ നിത്യമുക്തിയെ ക്ഷണത്തിൽ പ്രാപിക്കുന്നു. മാർക്കണ്ഡേയ, അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതിനാൽ എന്തു വരം വേണമെങ്കിലും അങ്ങ് ചോദിച്ചു കൊള്ളുക, ഞാൻ തരുന്നതാണ് എന്ന് മഹേശ്വരൻ മാർക്കണ്ഡേയനോട് പറയുകയാണ്. അപ്പോൾ മാർക്കണ്ഡേയൻ ഇങ്ങനെ പറഞ്ഞു: ത്രിമൂർത്തി ഭാവം പൂണ്ട് പ്രപഞ്ചലീലകളാടുന്ന സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയുമല്ലാതെ അടിയന് മറ്റൊന്നും ആവശ്യമില്ല. ഇതാണ് മാർക്കണ്ഡേയൻ പറഞ്ഞ മറുപടി. ഹേ മഹർഷേ, കൽപ്പാന്തകാലം വരെ യശസ്സും പുണ്യവും ബ്രഹ്മജ്ഞാനവും ജരാമരണഹീനതയും ആചാര്യ പദവിയും അങ്ങേക്ക് സിദ്ധിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹിച്ച് മഹേശ്വരൻ പാർവതീദേവിയും ഒരുമിച്ച് തിരോധാനം ചെയ്തു. അതിനുശേഷം മാർക്കണ്ഡേയൻ തപസ് മതിയാക്കി ദേശസഞ്ചാരം ചെയ്തു. മഹർഷികൾക്കും ജനസഞ്ചയത്തിനും ജ്ഞാന ഉപദേശം നൽകി ഒരു ലോകമഹാത്മാവായി അദ്ദേഹം മാറി. ഹരേ കൃഷ്ണ. ഇങ്ങനെ കൽപ്പാന്ത പ്രളയകാലത്ത് കരുണാമയനായ ശ്രീഹരിയുടെ അവസ്ഥ എന്താണെന്ന് ഈ വിധം മാർക്കണ്ഡേയ മുനിയുടെ കഥ ഉദ്ധരിച്ച് ശൗനകാദികളെ ധരിപ്പിച്ചതിനു ശേഷം സൂതൻ കലിദോഷ ശാന്തിക്കായിട്ടുള്ള മാർഗങ്ങൾ ഉപദേശിച്ച് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കണം.
എന്താണ് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തത്? തപോധനന്മാരെ, ലോകരക്ഷകനായ ഭഗവാൻ വൈകുണ്ഠപതിയുടെ തിരുനാമങ്ങൾ ജപിക്കുക, അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ പാടുക, അദ്ദേഹത്തിൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതിമകളെ വന്ദിക്കുക, ദേവാലയങ്ങൾ സന്ദർശിക്കുക, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക, സർവവും ഈശ്വരമയമായി കാണുക, സർവവും ഈശ്വരാർപ്പണമായി പ്രാർത്ഥിക്കുക, സ്നേഹവും അനുകമ്പയും ആരിലും ഉണ്ടായിരിക്കുക, ഹിംസയെ പാടെ വർജിക്കുക മുതലായ പുണ്യകർമ്മങ്ങളാൽ കലിദോഷം പാടെ അകന്നു പോകുന്നതാണ്. അസത്യം പറയുക, വഞ്ചന, ചതി മുതലായ അധർമ്മങ്ങൾ ചെയ്യുക, മദ്യപാനം ചെയ്യുക, സ്ത്രീകൾ സതീത്വം വെടിയുക മുതലായവ കലിബാധയ്ക്ക് പ്രേരകങ്ങളായ ദുഷ്കൃത്യങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യകഥ കേൾക്കുന്നവനെയോ പറയുന്നവനെയോ ഒരിക്കലും കലിദോഷം ബാധിക്കുകയില്ല. നിത്യവും രാത്രിയിൽ നിദ്രയ്ക്കായി ഭാവിക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും കാർവർണൻ്റെ കമനീയ രൂപം പാദാദികേശം മനസ്സിൽ ചിന്തിക്കുന്നത് കലിദോഷശാന്തിക്കും പാപശാന്തിക്കും മോക്ഷലബ്ധിക്കും കാരണമാണ്. കലികാലത്തിൽ കലിയുടെ ദോഷശാന്തിക്ക് ശ്രീകൃഷ്ണനാമം പോലെ ശക്തിയേറിയ മറ്റൊരു നാമം ഇല്ല. ശ്രീകൃഷ്ണ ഭാഗിനേയ പുത്രനും വിഷ്ണുഭക്തനുമായ പരീക്ഷത്തിന് കലി അടിമപ്പെട്ടതിന് കാരണവും അതുതന്നെയാണ്. ഇങ്ങനെ സൂതൻ ശൗനകാദികളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശൗനകാദികൾ ചോദിക്കുകയാണ്, അല്ലയോ സൂത, അങ്ങനെയുള്ള പരീക്ഷത്ത് സമാരംഭിച്ച സപ്താഹയജ്ഞം എങ്ങനെ അവസാനിച്ചു? ശൃംഗിയുടെ ശാപം ഫലിച്ചുവോ? ഹരേ കൃഷ്ണ. അപ്പോൾ സൂതൻ എന്താണ് പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. അതായത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ആ സപ്താഹയജ്ഞം, ആ യജ്ഞത്തിന് എന്ത് സംഭവിച്ചു, ശൃംഗി എന്ന മുനിയുടെ ശാപം എങ്ങനെയാണ് ഫലിച്ചത്, ആ കാര്യങ്ങളൊക്കെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ വിശദമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത അധ്യായമായിട്ട് അത് നോക്കാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പ്രളയസമയത്ത് ശ്രീഹരിയുടെ രൂപം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്, കലികാല ദോഷം എങ്ങനെ തീർക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമാണ്. ആ കാര്യം കൃത്യമായി ചെയ്താൽ സർവദോഷങ്ങളും നമ്മിൽ നിന്നും അകലും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈശ്വരൻ്റെ അപാരമായ സ്നേഹത്തിന് നമ്മളെല്ലാവരും പാത്രീഭവിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ആദ്യം മുതൽ, മഹാഭാഗവതം ആദ്യം മുതൽ ഇത്രയും ദിവസം മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് കേട്ട എല്ലാവരും കലിദോഷത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും കലിദോഷ നിവാരണത്തിന് ഉത്തമമാണ് എന്ന്. നിങ്ങൾ നിരന്തരം ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇത് ഇനി 2-3 അധ്യായങ്ങളും കൂടെ കഴിയുമ്പോൾ ഭാഗവതം തീരും. പക്ഷേ എങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഈ പഴയ ഭാഗങ്ങളൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. ഇനിയൊരവസരം വരുമ്പം വീണ്ടും ഈ കഥകളൊക്കെ ഒന്നുകൂടി പറയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കേൾക്കണം. കാരണം ഭഗവാന്റെ കഥകൾ എത്ര തവണ കേട്ടാലാണ്, എത്ര തവണ പറഞ്ഞാലാണ് നമുക്ക് മതിയാകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ ഭഗവാന്റെ ആ തിരുരൂപം കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക. കള്ളം പറയാതിരിക്കുക, സ്ത്രീകൾ നല്ല സ്വഭാവത്തിൽ ജീവിക്കുക,
പുരുഷന്മാർ മദ്യപാനം ചെയ്യാതിരിക്കുക, സത്യം പറയുക, വഞ്ചന ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഹീനകൃത്യങ്ങൾ അത് ചെയ്യരുത്, ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്, ആരെയും ദ്രോഹിക്കരുത്, ഹിംസിക്കരുത്, ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ആരെയും ഉപദ്രവിക്കാൻ പറയുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ സർവേശ്വരനോട് പറയുക, ഈശ്വരൻ അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങളായിട്ട് അവരെ തിരുത്താനോ അവരോട് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകണ്ട. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് വീണ്ടും വീണ്ടും ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല, വീണ്ടും വീണ്ടും കേൾക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.